അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാനാണോ ഓർത്തെടുക്കുന്നത് അതോ താങ്കളാണോ ഓർത്തെടുക്കുന്നത്? താങ്കൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ ജനങ്ങൾക്കും ഇത് കേൾക്കാനും പരിശോധിക്കാനും അതിന്റെ ഭാഗമായിട്ട് നിലപാട് സ്വീകരിക്കാനും നിങ്ങളുടെ കാലത്തെ വർഗീയ കലാപങ്ങളെ ഓർമ്മിപ്പിക്കും ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾ എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ഓർമ്മിപ്പിക്കുന്നതിൽ ഒരു പെസകുമില്ല എന്നാണ് CPM-ന്റെ വിശദീകരണം. ശ്രീ നിഷാദെ, ഈ പിന്നെ മുട്ടനാടുകളെ തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന CPM ആ റോളിലാണ്. അതാണ് അവർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് അവർ പരാജയപ്പെട്ടു എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേണിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ ഇനി ഭൂരിപക്ഷത്തെ കൂട്ടുപിടിക്കാൻ ഭൂരിപക്ഷ വർഗീയതയെ ഊതി വീർപ്പിച്ച് ജയിക്കാൻ പറ്റുമോ എന്നുള്ള ഗവേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CJP മുന്നണി ഇവിടെ ശക്തല്ലേ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി EP ജയരാജൻ എന്ന് പറയുന്ന CPM നേതാവും പ്രകാശ് ജാവേദ്കർ ജയരാജൻ്റെ വീട്ടിൽ പോയി ബർത്ത്ഡേ കേക്ക് മുറിച്ചു എന്നൊക്കെ പറഞ്ഞ കാര്യത്തിന് തൊട്ട് ഇങ്ങോട്ട് തൃശ്ശൂരിലെ BJP വിജയം, സുരേഷ് ഗോപിയുടെ വിജയം ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവർ പറയുകയാണ് കേരളത്തിലെ RSSന്റെ BJPയുടെ എല്ലാ തരത്തിലും MLA മാറില്ലെങ്കിൽ പോലും കേരളം BJPക്ക് ഭരിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാന്ന് നമ്മുടെ മുമ്പിലല്ലേ. ഇന്നത്തെ DGP പോലും നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി ചീഫിൽ നിന്ന് ആ DGP ഇവിടെ കൊണ്ടുവരണമെങ്കിൽ എന്താണ് അതിൻ്റെ ലക്ഷ്യമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ പറയും SIR പിണറായി വിജയൻ എല്ലാം നടപ്പാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങളുടെ ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് നിങ്ങളുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഒരു കാരണവശാലും PMC നടപ്പാക്കാൻ പാടില്ല എന്ന് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ച ആ നയം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നണി ചർച്ച ചെയ്യാതെ പോയി ഒപ്പിടാൻ അനുമതി കൊടുത്തിട്ട് നിങ്ങൾ ആരോടൊപ്പമാണ്? നിങ്ങൾ ഈ പറഞ്ഞ SIR നിങ്ങൾ നാളെ പൗരത്വ ബില്ലിൽ നിങ്ങൾ ഒപ്പിടും. കാരണം പിണറായി വിജയൻ നിലനിൽപ്പാണ് പ്രശ്നം. നിങ്ങൾ BJPയുമായി സന്ധി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവ് ഇവിടെ ഉണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള വർഗീയ പരാമർശങ്ങൾക്കെതിരായി നിങ്ങൾ നിലപാടെടുത്തോ? അദ്ദേഹത്തെ നിങ്ങൾ പിന്നെ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ എതിർത്ത ഈ CPIയുടെ നേതാക്കന്മാരെ നിങ്ങൾ ഏത് രൂപത്തിലാണ് ഇപ്പോൾ അവരോട് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ സമീപകാലത്ത് പറഞ്ഞ പല കാര്യങ്ങളും അതിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരായി ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല. അദ്ദേഹവും ഈ നാട്ടിനകത്ത് വിഷലിപ്തമായ രൂപത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞ അതേ കാര്യമല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് കൊടുത്ത പിന്നെ ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ നിങ്ങൾ പറഞ്ഞ കാര്യം എന്താ? പിണറായി വിജയൻ പറഞ്ഞ കാര്യം എന്താ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗീയത ഇവിടെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതിന് വേണ്ടിയുള്ള ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടി ജയിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ അവിടെ ജയിക്കുമെന്നായപ്പോൾ ശൈല ടീച്ചറെ ഷാഫി കാഫിറാക്കിയെന്ന പ്രചരണം നടത്തി നിങ്ങളല്ലേ. അതിന്റെ പിറകിൽ ആരാ? DYFI നിങ്ങളുടെ ബ്ലോക്ക് സെക്രട്ടറി റിബേഷ് രാമകൃഷ്ണന്റെ വാട്സപ്പിൽ നിന്നല്ലേ ആ സ്ക്രീൻഷോട്ട് പോയത്? നിങ്ങളുടെ പോലീസല്ലേ കണ്ടെത്തിയത്? നിങ്ങൾ ഈ കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവണതകൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി നിങ്ങളത് ഊതി വീർപ്പിക്കുകയാണ്. മാറാട് നടന്ന ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്ത കേരളം ഒരിക്കലും ഓർമ്മിക്കാൻ പറ്റാത്ത ഒരു സംഭവത്തെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. അത് നിങ്ങൾ ഇപ്പോൾ BJPയുടെ ശശികലയെക്കാളും വലിയ പിന്നെ വിഷം തുപ്പുന്നവരായി AK ബാലനും അതോടൊപ്പം തന്നെയുള്ള ആളുകൾ മാറുകയാണ്. നിങ്ങൾക്ക് അതിന്റെ ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നെസസ് ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരിക്കലും ഒരു സ്റ്റേറ്റിൽ ഭരണം കിട്ടാൻ പാടില്ല, പിണറായി വിജയൻ ഭരിച്ചാൽ മതി എന്നുള്ള BJP കേന്ദ്ര നേതൃത്വ തീരുമാനം അത് നടപ്പാക്കാൻ നിങ്ങൾ AK ബാലനെ പോലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ വിഷലിപ്തമാക്കാൻ ശ്രമം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോവാ. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തെങ്കിൽ കട കാലിയാക്കുമ്പോൾ കടക്കാരൻ പ്രഖ്യാപിക്കുന്ന ഓഫർ പോലെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനകത്ത് ഒരുപാട് ഓഫർ നിങ്ങൾ പ്രഖ്യാപിച്ചല്ലോ, പെൻഷനും അതോടൊപ്പം പല കാര്യങ്ങളും. പക്ഷേ ജനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കണ്ടിട്ടുണ്ട്.